അപ്പോൾ ദാ ചക്കക്കൂട്ടാൻ, കഞ്ഞി, നല്ല കടുമാങ്ങ നല്ല ടേസ്റ്റ്. ഇങ്ങനെ കാര്യങ്ങൾ കഴിക്കലുണ്ടോ? കുറച്ച് വെള്ളത്തിൽ ചക്കക്കൂട്ടാനും പിന്നെ കടുമാങ്ങൻ്റെതും കഞ്ഞി. ഹലോ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചക്കക്കൂട്ടാനും കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. കഞ്ഞിക്ക് വെള്ളം അടുപ്പത്തിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചു, താത്ത ഈ കുടുക്ക എന്താ ഇങ്ങനെ കറുപ്പ്? നാളെ കലം കഴുകുന്നൊരു വീഡിയോ ഇട്ടിരുന്നു, അത് കഴുകലില്ലേന്ന് വെച്ചിട്ട്. അതല്ല, അടുപ്പ് കുറച്ച് വലുതാണ്. ഇവിടെ ഈ ഒരൊറ്റ അടുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വിറക് നല്ലോണം കത്തിക്കുകയും ചെയ്യും. പിന്നെ അടിയിൽ ഒന്നായിട്ട് കരി പോകുകയല്ലേ. ഇപ്പോൾ ഇത്ര കരി വരാൻ കാരണം കുടിക്കാനുള്ള വെള്ളം ഒന്ന് പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് ഇപ്പോൾ ആകെ കരി വന്നു. പിന്നെ നല്ല നിറല്ല കൊടുക്കുകയാകുമല്ലോ, അലുമിനിയം കൊടുക്കുക. അത് രണ്ടട്ടം കത്തുമ്പോഴത്തേനും അത് ആകെ കറുത്ത് പോവുകയാണ്. കുടുക്കൻ്റെ ചൊറുക്കൊക്കെ പോകും. അപ്പോൾ ഇന്ന് ചക്കക്കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, ഈ ചക്കക്കൂട്ടാൻ കഞ്ഞിയും ആരെങ്കിലുമൊക്കെ വെക്കലും കഴിക്കലൊക്കെ ഉണ്ടോ? ഇന്നിവിടെ ചക്കക്കൂട്ടാനും കഞ്ഞിയാണ് കേട്ടോ ഉച്ചക്ക്. പിന്നെ വർക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് ഞാനിങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക. മറ്റേ ചക്കക്കൂട്ടാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്, ഞാൻ വ്ളോഗ് ചെയ്യലില്ല. ഇന്നിപ്പോൾ വിശദമായിട്ട് വ്ളോഗ് ചെയ്യുന്നത് ചക്കക്കൂട്ടാനും കഞ്ഞിയും പിന്നെ കടുമാങ്ങ അച്ചാറുണ്ട്, അതൊക്കെയാണ് സ്പെഷ്യൽ. വേറൊരു കറി ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഉണ്ടല്ലോ, ഈ പെണ്ണുങ്ങൾക്കൊക്കെ ചക്ക ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിമുണ്ടാകും പശ. അത് കഴിയുമ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇത് കൊത്തിപ്പറിച്ചെടുത്തെടുത്ത് കയ്യമ്മ നല്ല എണ്ണയൊക്കെ തേച്ച് ഇതിൻ്റെ പശയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയാണ്. ഇനിയിപ്പോൾ ഒരു കുഴപ്പമില്ല, ഇത് കഴുകി ഞാൻ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ കുക്കറിൽ തന്നെ വേഗം 2 വിസിലായ ചക്കക്കൂട്ടാനായി. പിന്നെ അതിലേക്ക് പച്ചമുളകും തേങ്ങയൊക്കെ വേണം. നല്ല ജീരകം അരക്കണോലുണ്ട്, അരക്കാത്തവരുണ്ട്. നല്ല ജീരകം അരച്ച് നമുക്ക് ഉണ്ടാക്കാം, അരക്കാതെ ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കാം. നല്ല ജീരകം അരച്ചാൽ പിന്നെ നല്ല ജീരകത്തിനൊരു ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. അപ്പോൾ പച്ചമുളക് വേണം, തേങ്ങ വേണം, ചെറിയുള്ളി വേണം, വെളുത്തുള്ളി വേണം. അതൊക്കെ കൂട്ടി നമ്മൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും വരി. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം, ഞാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വ്ളോഗ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടില്ല, ഉള്ള പോലെയൊക്കെ ചെയ്യലാണ്. പിന്നെ ഇതിൻ്റെ ചക്കൻ്റെ കുരു ഉണ്ടല്ലോ, അത് പഠിച്ചോണേ, അത് എന്താണെന്നറിയോ? അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു വിറ്റാമിൻ എന്ന് പറയുന്നത് ചക്കക്കുരു കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് നമ്മൾ പ്രതിരോധശേഷി ഉണ്ടാകാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാകുന്ന ചക്കയും മാങ്ങയൊക്കെ അതൊന്നും ആരും കളയരുത് കേട്ടോ, നല്ലതാണ്. അപ്പോൾ അതെല്ലാവരും കഴിക്കുക. നമ്മളിപ്പോഴത്തെ തലമുറ കുട്ടികളെ അതൊക്കെ കഴിപ്പിച്ച് ശീലിപ്പിക്കുക. എന്നാളിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്നോട്, പിന്നെ ചക്കക്കൂട്ടാൻ എനിക്ക് മാത്രമുള്ളൂ ഇഷ്ടം, എനിക്കും ഉമ്മാക്കും മാത്രമേ ഇഷ്ടമുള്ളൂ, കുട്ടികളൊന്നും തിന്നൂല. അപ്പോൾ എന്താ, മുരിങ്ങ ഓല് തിന്നൂല, മുരിങ്ങ താളിപ്പ് കൂട്ടൂല, മുരിങ്ങപ്പേരി ഓൽക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ മക്കളോരോന്ന് ശീലിപ്പിക്കണതല്ലേ. നമ്മൾ ശീലിപ്പിച്ചാലേ നമ്മളെ മക്കൾ നല്ല ഭക്ഷണം കഴിക്കുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കണ്, ബ്രോയിലർ ചിക്കൻ വാങ്ങി കഴിക്കണ്, അതൊക്കെ ഈ ചിക്കനൊക്കെ കുത്തി വെച്ചിട്ട് പിന്നെ 40 ദിവസത്തിൻ്റെ ഉള്ളിൽ 40 ദിവസം കഴിഞ്ഞിട്ട് അതിനെ അറുത്തിട്ടില്ലെങ്കിൽ അത് അതിൻ്റെ ഹാർട്ട് പൊട്ടി അത് ചാവും കോഴി. അത്രയും വിഷമാണ് ഈ ചിക്കന്. കഴിക്കേണ്ടതല്ല, അത് കഴിക്കണം. അപ്പോൾ നമ്മൾ എവിടെ സൽക്കാരുണ്ടെങ്കിലും കല്യാണം ഉണ്ടെങ്കിലും എന്തൊരു ഫങ്ഷൻ പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ ആ ചിക്കൻ വാങ്ങിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എല്ലാവർക്കും അറിയാതെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കേടാണ്. സ്ഥിരമായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ തന്നെ അത് കേടാണ്. അത്രയും വിഷമാണ് ഈ ചിക്കനിൽ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ചക്കയൊന്ന് വെറുതെ കളയരുത്. അപ്പോൾ കയ്യുമ്പോൾ പശയാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിപ്പോൾ പശയാകാൻ നമ്മൾ ഉത്സാഹിച്ച് നമ്മൾ ഇൻട്രസ്റ്റോടു കൂടി ജോലി ചെയ്യണമെങ്കിൽ ആ പശ കളയാനൊന്നും ഒരു പണിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ സ്ത്രീകൾ ചെയ്യണം. നമ്മളെ വീട്ടിലത്തെ ആണുങ്ങൾക്ക് അതിനൊന്നും നേരം ഉണ്ടാവില്ല. അവർക്ക് ചിലപ്പോൾ ഉണ്ടാക്കി കൊടുത്താലൊക്കെ ഒരു കഴിക്കും. അപ്പോൾ നമ്മളാണ് അതിന് മെനക്കെട്ട് നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിങ്ങനെ ചെയ്യുന്ന പോലെ നിങ്ങളെ ഫാമിലിയിലൊക്കെ ചെയ്യണം കേട്ടോ. ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കുട്ടികളെ ശീലിപ്പിക്കുക. കുട്ടികൾ ഇതൊക്കെ ഈ പിന്നെ 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 ഇങ്ങനെ വരുമ്പോൾ ചക്കക്കൂട്ടാനൊക്കെ തിന്നാതെ വരികയാണ് കുട്ടികൾ. ചില കുട്ടികൾ കഴിക്കണില്ല. ഞാൻ പറയുന്ന കാര്യമാണ്, ഞാൻ പറയുന്നത് കേട്ടിരിക്കണം. കുട്ടികൾ മുരിങ്ങ തിന്നൂല, ചക്ക തിന്നൂല, ചക്കക്കൂട്ടാൻ തിന്നൂല, അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഞാൻ കുക്കറിലാണ് ചക്ക വേവിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ 3-4 വിസിൽ കേട്ടോ. ചക്ക നല്ലോണം വെന്ത് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ നാളികേരവും
പിന്നെ 2 പോണ ചെറിയുള്ളിയും ഒരു ചെറിയൊരു പോണ വെളുത്തുള്ളിയും നല്ല ജീരകവും ഒന്ന് ചതച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ ഇതിക്ക് നമ്മൾ കടുകും കറിവേപ്പിൻ്റെ വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചിട്ട് നല്ലോണം പൊട്ടിച്ചിട്ട് അതും കൂടി ഇതിക്കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിച്ചാണത് ഇളക്കി മറിക്കാൻ പോകണം കേട്ടോ. ഇങ്ങനെ ഒക്കെ പാടിട്ട് ഇളക്കി മറിച്ചിട്ട് നല്ല ചൂടുണ്ട്, കൈ പൊള്ളണുണ്ട് കേട്ടോ. കുക്കർ നല്ല ചൂടാണ്. എന്നിട്ട് ഒരതി ഉടച്ചിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒരു പച്ച വെളിച്ചെണ്ണ ലേശം തുളിച്ച് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി ഉണ്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചക്ക കൂട്ടാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ പല ചക്കക്കും പല ടേസ്റ്റ് ആവൂലേ. അപ്പോൾ ഈ ചക്കക്ക് എന്താ പറയുക, അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ചക്കക്ക്. അപ്പോൾ അതാ കഞ്ഞിയാണ്, റേഷൻ അരിയാണ് കേട്ടോ കഞ്ഞി. കുറച്ച് വെള്ളത്തിൽ കഞ്ഞി, കുറഞ്ഞ വെള്ളത്തിൽ ചോറ് പോലുള്ള കഞ്ഞി വിളമ്പി, ചൂടുള്ള കഞ്ഞി വിളമ്പി. ഇനി ഇതിക്ക് നമ്മളെ അടിപൊളി ചക്കക്കൂട്ടാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മാങ്ങ ചമ്മന്തി, മാങ്ങ അച്ചാറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കടുമാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുമാങ്ങയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. കടുമാങ്ങ കുറച്ച് കുപ്പിയിൽ നിന്ന് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കടുമാങ്ങയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കടുമാങ്ങേൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, ഇടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാ ചക്കക്കൂട്ടാൻ, കഞ്ഞി, നല്ല കടുമാങ്ങ നല്ല ടേസ്റ്റ്. ഇങ്ങനെ കാര്യങ്ങൾ കഴിക്കലുണ്ടോ? കുറച്ച് വെള്ളത്തിൽ ചക്കക്കൂട്ടാനും പിന്നെ ഈ കടുമാങ്ങൻ്റെതും കഞ്ഞി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചക്കക്കൂട്ടാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നാടൻ ഫുഡ്.